നമസ്കാരം. ഒരു ചെറിയ ഇടവേള. ആ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ബീഫ് പ്രശ്നം. ഇപ്പം 2 ദിവസം മുൻപ് വീടിനകത്ത് ഫ്രിഡ്ജിനകത്ത് ബീഫ് സൂക്ഷിച്ചു എന്നും പറഞ്ഞ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട് 11 പേരുടെ വീടുകൾ അതിന് പണി തീർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നേ, അത് തീർത്ത് കൊടുത്തിട്ടുണ്ട്. ബുൾഡോസർ പ്രയോഗം. അപ്പോൾ പുതിയ പ്രയോഗം അതാ. ആളെ തല്ലിക്കൊന്നാലല്ലേ വലിയ കംപ്ലൈൻറ്റ് ഉണ്ടാകുക, കോടതി വരെ വലിയ ശിക്ഷ കൊടുക്കുക. അതിനേക്കാൾ വലിയ കംപ്ലൈൻറ്റ്, അതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ള അക്രമമാണ് കാണിച്ചത്. വീടുകൾ തകർത്ത് കളയുക. അതിനകത്ത് കഴിയുന്ന കൊച്ചുകുട്ടി എല്ലാവരെയും, പ്രായമാരെല്ലാവരും നിരാധാരന്മാരൊക്കെ വഴിയാധാരമാക്കി മാറ്റുക. ഇതാണ് പുതിയ പരിപാടി, ബുൾഡോസർ പ്രയോഗം. മധ്യപ്രദേശ് സർക്കാർ ചെയ്തിട്ടുള്ളതാണ്. 11 പേരുടെ വീടുകൾ നിരപ്പാക്കിയിട്ടുണ്ട്, ബീഫിന്റെ പേരും പറഞ്ഞു. മധ്യപ്രദേശിൽ ഇപ്പൊ കുറെ കാലമായിട്ട് ബീഫ് സംബന്ധിയായിട്ടുള്ള അടി, തല്ല്, കൂട്ടക്കൊല ഇതൊന്നും ഇപ്പൊ കേൾക്കാറില്ല. ഇലക്ഷൻ കാലമായിരുന്നല്ലോ, അപ്പൊ അതിന്റെ പേരിൽ കുറച്ചൊരു ഇടവേള കൊടുത്തതായിരിക്കാം. ഇപ്പൊ ഇടവേള കഴിഞ്ഞു, വീണ്ടും ബീഫ് പ്രശ്നം പൊന്തി വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളും നമ്മൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇത് 11 പേരുടെ വീടുകൾ മധ്യപ്രദേശിൽ ഒരിടത്ത് ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്നും പറഞ്ഞ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 11 പേരുടെ വീടുകൾ സർക്കാർ തന്നെയാണ് പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. മധ്യപ്രദേശ് സർക്കാർ തന്നെയാണ് പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. മധ്യപ്രദേശ് അവിടെ ആരാ ഭരിക്കുന്നത്? ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. അണ്ടർസ്റ്റുഡാണ് BJP. അവർ മാത്രമാണ് ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുക. എല്ലാ കാലഘട്ടത്തിലും ഗോമാംസം യാഗങ്ങളിൽ, വേദോക്തമായിട്ടുള്ള യാഗങ്ങളിൽ ഗോമാംസം ഉപയോഗിച്ചിരുന്നു. അവിടെ കൊണ്ടു കെട്ടിയിട്ടുള്ള അധികം മൂപ്പില്ലാത്ത ഒരു പശുക്കിടാവിനെ അതിൻ്റെ നവദ്വാരങ്ങൾ, എല്ലാ ദ്വാരങ്ങളും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് അതിൻ്റെ വപ എടുത്ത് പുഴുങ്ങി തിന്നിരുന്നവരാണ് ഇവിടുത്തെ യാഗയജ്ഞാദികൾ ചെയ്തിരുന്ന വൈദികന്മാർ വരെ. അങ്ങനെ ഒരു ചരിത്രമാണുള്ളത്. ശ്രീരാമൻ മാംസം കഴിച്ചിരുന്നു, ശ്രീകൃഷ്ണൻ മാംസം കഴിച്ചിരുന്നു. ഒരിക്കൽ പോലും മാംസവിരോധികളായിരുന്നില്ല ഇന്ത്യൻ ജനത. പക്ഷെ ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ചിന്താഗതി പൊട്ടിവിടുകയെന്ന് അറിയില്ല. ഇന്ത്യയിൽ എല്ലാവരും ബീഫ് കഴിക്കുന്നവരാ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. കേരളത്തിലെ ഹിന്ദുക്കളടക്കം എല്ലാവരും. എന്തിനേറെ, ഒരിക്കൽ വീടിനകത്ത് യാദൃച്ഛികമായിട്ട് അവിടെ കയറി ചെന്ന സമയത്ത്, വളരെ കാലത്തിന് ശേഷം ആ വഴിക്ക് പോയപ്പോൾ അവിടെ കയറി ചെന്ന സമയത്ത് അവരാകെ വരണ്ടുപോയി. അവരുടെ വീട്ടിലെ കാരണം ഒരു മരിച്ച 16 അടിയന്തര അതിൽ ബീഫുണ്ട്, പിറന്നാളിന് ബീഫുണ്ട്, ഓണസദ്യക്കും ബീഫായി, കല്യാണത്തിനും ബീഫായി. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇവിടെയുള്ള സംഖ്യകളും കൃസംഖ്യകളും എല്ലാവരും ഇത് കഴിക്കുന്നവരാ. പക്ഷെ മുസ്ലിങ്ങൾ കഴിച്ചാൽ അടി ഉറപ്പാണ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണെങ്കിൽ. പണ്ടൊക്കെ ബീഫിന്റെ പേരും പറഞ്ഞ് തല്ലിക്കൊല്ലാറാ പതിവ്. അപ്പം അതിനേക്കാൾ വലിയ കാടത്താണ് കാണിക്കുന്നത്. ഒരാളെ തല്ലിക്കൊന്നാൽ അയാൾ പോയെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ആ വീട് തച്ചുടച്ച് നിലം പരിശാക്കി അവിടെയുള്ള കൊച്ചുകുട്ടികളടക്കം എല്ലാവരെയും വഴിയാധാരമാക്കി മാറ്റുക. ഇതാണ് BJP സർക്കാരുകളുടെ, BJP-ക്കാരുടെ ഇപ്പോഴത്തെ പ്രയോഗം.
11 വീടുകളാണ് പൊളിച്ചടക്കിയിട്ടുള്ളത് മധ്യപ്രദേശിൽ. ഗോത്രമേഖല അവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഗോത്രമേഖലയായിട്ടുള്ള മണ്ഡലയിലാണ് ഒരു മുന്നറിയിപ്പ് നോട്ടീസ് പോലും കൊടുക്കാതെ പോലീസ് ഈ നടപടിയെടുത്തിട്ടുള്ളത്. നിയമവിരുദ്ധമായിട്ട് ബീഫ് കൈവശം വെച്ചു, അതിനെ തുടർന്നാണ് നടപടി എന്നാണ് അധികൃതരുടെ ന്യായീകരണം. ബീഫ് വീടുകളിൽ സൂക്ഷിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് മധ്യപ്രദേശിലെ മണ്ഡലയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 11 പേരുടെ വീടുകൾ പോലീസ് നരം പരിശാക്കിയത്. പോലീസ് അവർക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ, അതുപ്രകാരം നടത്തിയ തെരച്ചിലിൽ ഫ്രിഡ്ജിൽ പശുവിറച്ചി കണ്ടു. അതിനെ തുടർന്നാണ് ഈ നടപടിയല്ല കാടത്തം. അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ പശുവിൻ്റെ ഇറച്ചി ആരാ സൂക്ഷിച്ച് അയാളെ പിടിച്ചുകൊണ്ടുവല്ലേ വേണ്ടത്? കേരളത്തിൽ കഞ്ചാവ് നിയമവിരുദ്ധമാണ്. അത് ആരെയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീടും ഒക്കെ നിലം പരിശാക്കുകയാണോ ചെയ്യേണ്ടത്? അയാളെ കൊണ്ട് ജയിലിലിടണം, ശിക്ഷിക്കണം, കോടതിയിൽ ഹാജരാക്കണം, അതല്ലേ ചെയ്യേണ്ടത്? വീടിൻ്റെ പുറകിലുള്ള പശുക്കൾ അത് മാംസത്തിന് വേണ്ടിയിട്ട് ആ പശുക്കളെ അവിടെ വളർത്തിയതാണത്രേ. അതവരുടെ ഊഹം. ഏതായാലും 11 വീട്ടുടമസ്ഥന്മാരുടെയും പേരിൽ, ഗോവധത്തിൻ്റെ പേരിൽ, ബീഫ് വിൽപ്പനയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി 11 പേരുടെയും വീടുകൾ, അതിൻ്റെ പല ഭാഗങ്ങളും സർക്കാർ ഭൂമിയിലാണ് വന്ന് നിൽക്കുന്നത് എന്നും പോലീസ് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദീകരണം ഇല്ലെങ്കിലും ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ലെന്ന് വേറെ കാര്യം. ഇവിടെ ഇവര് പലപ്പോഴും കാവ്യവൽക്കരണം നിയമത്തിനുള്ളിലും കൊണ്ട് ചെലുത്തുന്നുണ്ട്. അവർക്ക് കോടതിയെ പേടിയില്ല. കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ, അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം, FIR തയ്യാറാക്കണം, കോടതിയിൽ കൊണ്ടുപോകണം, അവിടെ വിചാരണകളും ട്രയലും നടക്കും. അതൊക്കെയാണല്ലോ ഇതിൻ്റെ മര്യാദ. അതൊന്നുമില്ലാതെ കുറ്റാരോപിതരായി കഴിഞ്ഞാൽ ഇത്തരം സ്വാഭാവികമായിട്ടുള്ള നീതിക്ക് വിട്ടുകൊടുക്കാതെ സ്വാഭാവിക നീതിക്ക്, നിയമത്തിന്, മര്യാദകൾക്ക് വിപരീതമായിട്ട് അവരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾ നിലംപരിശാക്കുന്നു. ഇത് മധ്യപ്രദേശ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യരുതെന്ന്. ഇങ്ങനെ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. പലരുടെയും വീട് തകർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അവര് നിരാധാരരായിട്ടുള്ള ആളുകൾ, വഴിയാധാരമാകുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും. പോലീസുകാരെന്ത് ചെയ്യും? ആ കോടതിയിലേക്ക് അവിടെ കൊടുക്കും. കോടതി എന്ത് പറയും? അവിടെ നിയമം വെച്ച് നിങ്ങൾ നിയമം കയ്യിലെടുക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് വീട് തകർത്തു എന്നുള്ളതിന് നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കണമെന്ന് പറയും. അങ്ങനെയാകാം എന്ന് സർക്കാരും പറയും. അവിടെ അവസാനിക്കാനല്ല. അതിനപ്പുറം സുപ്രീം കോടതിയിൽ പോകാനും മേൽക്കോടതിയിൽ പോകാനും ഇവർക്ക് ആർക്കും കഴിയില്ല. പാവപ്പെട്ട ആളുകളായിരിക്കും. അതല്ല, അവരോടല്ലേ ഇതൊക്കെ ചെയ്യുക. ഏതായാലും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ ആലോചിച്ചു നോക്കണം. കേരളത്തിലുള്ള ആൾക്കാർ ആലോചിച്ചു നോക്കണം. ഇവിടെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് വരും. പോലീസ് വന്നോടെയുള്ള മോന്തയ്ക്ക് കയറി ഇടിക്കില്ല. വന്നോടെ തെളിവെടുപ്പും മറ്റുള്ള കാര്യങ്ങളും മാത്രമല്ല, അയാൾ ചെയ്ത കുറ്റം വളരെ മാരകമായ കുറ്റമാണെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുത്തുകൊണ്ട് ആ നാട്ടിലേക്ക് കൊണ്ടുപോകുക. തെളിവെടുപ്പിൽ അതിന് തൊടാൻ അനുവദിക്കില്ല. കാരണം കുറ്റാരോപിതനാണ്, അയാൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് കോടതിയാണ് ശിക്ഷിക്കേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ. ഇതാണ് നിയമത്തിൻ്റെ മര്യാദകൾ, നിയമ വഴികൾ അതൊക്കെയാണ്. പക്ഷെ ഇപ്പം ഇവിടെ BJP സർക്കാരുകൾ, ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇതൊരു ശൈലിയായിട്ട് എടുക്കുക. രജനീകാന്ത് ശൈലി എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ ഒരു ശൈലിയായിട്ട് എടുത്തിരിക്കുകയാണ്. പോലീസുകാർക്കൊരു കംപ്ലൈൻറ്റ് കിട്ടി, ഇതേ അവിടെ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സംബന്ധിയായിട്ട് ഏതെങ്കിലും കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ മേലെ കംപ്ലൈൻറ്റ്? മുസ്ലിം നാമധാരിയുടെ മേലെയാണ്. പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ബുൾഡോസർ JCB വിളിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ആ വീട് തകർത്തു.
പറ്റുമെങ്കിൽ അവരെ ബന്ധുക്കളെയും ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുടെയും വീട് തകർക്കും, വീട് പൊളിച്ചു മാറ്റുക. ഇത് കോടതി ചൂണ്ടിക്കാണിച്ചതാണ്, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതല്ല. കോടതി ചൂണ്ടിക്കാണിച്ചതാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഹൈക്കോടതി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്, സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുള്ളതാണ്. കോടതി അത് പറയും. കോടതി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ സർക്കാർ തന്നെ കോടതിയുടെ കൽപ്പനകളെ മറികടന്നുകൊണ്ട്, ഇപ്പോൾ അതാ സംഭവിച്ചത്. നഷ്ടപരിഹാരം കൊടുക്കണം, JCB വെച്ച് പൊളിച്ചതിന് പേര് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുന്ന ഇതിന് മുമ്പുണ്ടായ സംഭവത്തിൻ്റെ വിധി വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു നോട്ടീസ് പോലും കൈമാറാതെ പോലീസുകാർ ബീഫ് സൂക്ഷിച്ചു. എന്താ തെളിവ്? ഞങ്ങൾ കണ്ടു, അതന്നെ. ആ തെളിവും വെച്ചുകൊണ്ട് അപ്പം ഇവിടെ കോടതിയും വേണ്ട, മേൽക്കോടതിയും വേണ്ട, ഒന്നും വേണ്ട, പോലീസിലെത്തി നിൽക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ പഴയ കാലത്തെ നാട്ടുകൂട്ടങ്ങളുടെ പോലെ ആദ്യം വന്ന് കംപ്ലൈൻറ്റ് പറയുന്നവൻ വാദി, ആരുടെ മേലെ പരാതി ഉന്നയിക്കുന്നത് അയാൾ പ്രതി. ഇതൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കുന്നു, ചാട്ടവാറടി, അല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ കൈമുക്കൽ. ഇതേപോലെ തെളിവുകളും വേണ്ട, ന്യായീകരണം വേണ്ട, ട്രയലും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കാടൻ നീതി. അവിടേക്കാണ് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം സംശയിക്കാൻ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടൊരു കാര്യം അതാണ്. അവർ ദക്ഷിണ കൊറിയയിലേക്ക് ക്രിസ്മസിനേക്ക് നമ്മൾ ബലൂൺ പറത്തിവിടില്ലേ, അതുപോലെ അവർ ദക്ഷിണ കൊറിയയെ അവർക്ക് ഉത്തര കൊറിയയ്ക്ക് കണ്ടുകൂടാ. ദക്ഷിണ കൊറിയയിലേക്ക് ബലൂണിൽ നിറച്ച് വിസർജ്യം, മനുഷ്യ വിസർജ്യം നിറച്ച് അത് പറത്തിവിടുക. വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം. രാജ്യങ്ങളാണ് ചെയ്യുന്നത്, വ്യക്തികളല്ല, രാജ്യങ്ങൾ. അങ്ങനെയുള്ള ഏകാധിപതി ഭരിക്കുന്ന ഉത്തര കൊറിയയിൽ വരെ ഇത് കേട്ടിട്ടില്ല. വീടുകൾ നിലം പരിശാക്കുക കേട്ടിട്ടില്ല. ഇത് എവിടെ നിന്ന് പഠിച്ചു വന്നതാണ് ഇന്ത്യൻ ഭരണകൂടവും അതിനെ കൈയാളുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് അറിയില്ല. പഴയ കാട്ടുനീതി, ആ കാട്ടുനീതിയിലേക്കാണ് പോക്ക്. ഈ വേട്ടയാടപ്പെടുന്ന ആളുകൾ, ആ പാവങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യവും തെരഞ്ഞെടുപ്പും വോട്ടൊന്നും അറിയാത്തവരായിരിക്കും. ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ ജീവിക്കുന്നതിൻ്റെ കണക്കില്ലാത്തവരായിരിക്കും. ഒരു നേരത്തിനുള്ള അന്നത്തിന് വകയില്ലാത്തവരായിരിക്കും. 1947 ആഗസ്റ്റ് എത്രാം തീയതിയോ മറ്റോ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടാത്തവരായിരിക്കും. പക്ഷേ കാര്യങ്ങൾ വന്ന് കേരളത്തിലേക്കും അതിനെ സംക്രമിപ്പിക്കാൻ ഇപ്പൊ ശ്രമം നടന്നിട്ടുണ്ട്. താമസിയാതെ കേരളവും ഇത്തരം പരിപാടികൾ അനുവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് തീരും. താമസിയാതെ അത് സംഭവിക്കും. അന്നിവിടെ ബീഫ് തിന്നുന്ന ആളുകൾ അതിൽ ഏറ്റവും കൂടുതൽ കൃസംഖ്യകളാണ്, പള്ളിക്കാരും പട്ടക്കാരും. അവറ്റകൾക്ക് ഇതേപോലെ തന്നെ അടി കിട്ടും. വോട്ട് കൊടുത്ത് അടി വാങ്ങിക്കാനാണല്ലോ അവരുടെ പരിപാടി. ഏതായാലും കുറേ നാൾക്ക് ശേഷം ഇപ്പം ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞു പോയല്ലോ. അതിൻ്റെ ദേഷ്യം, അതിൻ്റെ പക ഇനിയിപ്പോൾ ഇങ്ങനെയായിരിക്കും വീട്ടുക. അവിടെ ബീഫ് കണ്ടു, അവർ വീട് കളാ. എന്ത് കാരണവശാലാണെങ്കിൽ പോലും വീട് തകർത്ത് വയ്ക്കുന്നത്, നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവർത്തിച്ച ആളുകളെ ശിക്ഷിക്കണം. പക്ഷെ വീട് തകർത്ത് വയ്ക്കുന്നത് പ്രാകൃതം തന്നെയാണ്. ഇവിടെ
ഇതൊരു നിസ്സാര കാര്യമായിട്ട് എടുത്ത് തള്ളിക്കളയാൻ പാടില്ല. അതവിടെ നടക്കുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. കാരണം ഈ ചെയ്യുന്ന ആളുകളുടെ ആഗമനം, പ്രവേശം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ ഒരു തിരുമണ്ടനെ ജയിപ്പിച്ച് വിട്ടല്ലോ. ഇനി അയാൾ വഴിയൊരുക്കും അതിൻ്റെ പുറകിൽ വരുന്നവർക്ക്. അത് തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ബലിപ്പെരുന്നാളിൻ്റെ മറവിൽ ജനവാസ കേന്ദ്രത്തിൽ അനധികൃത കശാപ്പിന് നീക്കം എന്നൊരു വാർത്ത കണ്ടു. അനധികൃത കശാപ്പാണോ അല്ലെന്ന് അറിയില്ല. ഏതായാലും ആ വാർത്തയ്ക്ക് പുറകിലും ഇത് തന്നെയാണ്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതിനെ വലിയ വാർത്തയാക്കി മാറ്റും. കാരണം കേന്ദ്രത്തിൽ എന്ന പോലെ കേരളത്തിലും സംഘപരിവാറിൻ്റെ ആ ഒരു ജ്വലനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരത്ത് മേയറുടെ മൂക്കിന് താഴെ അവിടെ ജനങ്ങൾ തിങ്ങി പറക്കുന്നത്, എല്ലായിടത്തും തിങ്ങി പറക്കുന്നത് കേരളത്തിൽ എവിടെ പോയാലും. കേരളത്തിൽ കൊച്ചു ഗ്രാമങ്ങളില്ലല്ലോ. ഇപ്പോൾ അവിടെ ജനവാസ മേഖലയിൽ ഇതുപോലെ മൃഗങ്ങളെ പരസ്യമായിട്ട് കശാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എടപ്പഴഞ്ഞി തമ്പുരാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും തുടങ്ങി എന്ന് സാരം. കേരളത്തിലും സംഘപരിവാർ ശക്തികളുടെ അവരുടെ സ്ഥിരം കലാപരിപാടികൾ പല രൂപത്തിലും പല ഭാഗത്തിലും തുടങ്ങി എന്ന് സാരം. അതിന് ഇവിടെ ബീഫ് തിന്നാൽ അടി, വീട് പൊളിച്ചു കളയൽ, പള്ളി പൊളിക്കൽ, ഇതൊക്കെ ഇവിടെ നടമാടുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ. നാളെ പാലയൂർ പള്ളി പൊളിച്ചാൽ, പുത്തമ്പള്ളി ഞങ്ങളുടെയെന്ന് പറഞ്ഞാൽ അതിൽ കയറിക്കഴിഞ്ഞാൽ, ആർത്തുങ്കൽ പള്ളിയിൽ കയറി അത് പൊളിച്ചാൽ മാറത്തടിച്ച് നിലവിളിക്കാൻ ക്രിസ്ത്യാനികൾക്കോ ക്രിസ്ത്യങ്കൾക്കോ അവകാശമില്ലെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം അവരാണല്ലോ ഇതിനുള്ള വഴിമാർഗങ്ങൾ ഒരുക്കിയത്. തൃശ്ശൂരിൽ കിരീടം വാങ്ങി വോട്ട് കൊടുത്തു. ഇവിടെ വോട്ട് കൊടുക്കുന്നു, അവിടെ തല്ല് വാങ്ങുന്നു. ഒറീസയിലും ബീഹാറിലൊക്കെ നിരക്കപ്പരക്ക തല്ല്. അങ്ങനൊരു കലാപരിപാടി. ഏതായാലും ബലി പെരുന്നാൾ, റംസാൻ എന്നിത്യാദി സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ മുസ്ലിം സമുദായം ഇതാ റംസാൻ വരുന്നുണ്ട്, മറ്റേ അള്ളാഹുവേ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. വലിയ പെരുന്നാൾ വരുമ്പോഴും ചെറിയ പെരുന്നാൾ വരുമ്പോഴും അവരെ സ്ത്രീകളും കുഞ്ഞുകുട്ടികളും പ്രായം ചെന്നവരൊക്കെ വേവലാതിയിൽ അകപ്പെടുകയാണ്. ഇതാണ് ഇന്ത്യൻ പരിതസ്ഥിതി, ഇപ്പോഴത്തെ പരിതസ്ഥിതി. നമസ്കാരം.